നിൻ ജനത്തെ ഘോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്താലെ നിൻ ജനത്തെ ഘോഷിപ്പിച്ചു. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. നിൻ ജനത്തെ സ്നേഹിച്ചില്ല, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. നിൻ ജനത്തെ സ്നേഹിച്ചില്ല. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ആമേൻ. അവിടെ പൗലോസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഇങ്ങനെ പറയുന്നത്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിന്റെ ലാസ്റ്റ് പറയുന്നൊരു വാക്കുണ്ട്, കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യണം. കർത്താവ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം എങ്ങനെ നടക്കണം, അത് എങ്ങനെ ജീവിക്കണം. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവിനെ വിളിച്ചിട്ടുണ്ടെന്ന്? അങ്ങനെ എല്ലാവരെയും വിളിച്ചതിന് കർത്താവിന് ഓരോ ഉദ്ദേശമുണ്ട്. നമ്മളെ ഓരോ വ്യക്തിയെയും വിളിച്ച് വേർതിരിച്ചതിന് പല രീതിയിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം എങ്ങനെ നടക്കണം, എങ്ങനെ നടക്കണം എന്നതിൽ കുറച്ച് 2-3 പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യം പറയുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്, പൂർണ്ണ വിനയം. നമുക്ക് എത്ര പേർക്ക് പൂർണ്ണ വിനയമുണ്ട്? നമ്മളെല്ലാവർക്കും ചില കാര്യങ്ങളെല്ലാം ഉണ്ട്, എങ്കിലും പൂർണ്ണ വിനയം നമ്മളിപ്പോൾ പലപ്പോഴും വരാറില്ല. എങ്ങനെയെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം, കർത്താവിന് പൂർണ്ണ വിനയം ഉണ്ടായിരുന്നു. തീർച്ചയായും കർത്താവിന് പൂർണ്ണമായിട്ടുള്ള ഒരു വിനയം ഉണ്ടായി. കാരണം അവൻ ദൈവമായിട്ടിരിക്കെ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിനയത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മക്കളായിരിക്കുമ്പോൾ നമുക്കും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണ് വന്നാൽ നമ്മൾ നടക്കണമെന്നുണ്ടായിരിക്കണം. പൂർണ്ണ വിനയം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അതിന്റെ രണ്ടാമത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സൗമ്യത. നമുക്ക് സൗമ്യത എല്ലാം ഉണ്ടാകും. ഒരു വാക്യം നമുക്ക് വായിക്കാം, മത്തായി എഴുതിയ സുവിശേഷം 11:29 വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അങ്ങനെ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് സൗമ്യത ഉള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? സൗമ്യതയോടെ താഴ്മയോടെ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ദീർഘക്ഷമ. നമുക്ക് എത്ര ഒരു ക്ഷമയുണ്ട് പറയുമ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്നെ മാറ്റി നിർത്തിയിട്ടല്ല പറയുന്നത്. ക്ഷമ നമുക്ക് പലപ്പോഴും കാണും, പക്ഷെ ദീർഘമായിട്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? കാരണം വചനം ഇങ്ങനെ പറയുന്നത്, 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മൾ ഉണ്ടെങ്കിൽ അതിന്റെ 4-ാമത്തെ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. നമുക്ക് എത്ര പേർക്ക് പൊറുക്കാനായിട്ട് കഴിയുന്നു? അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യത്തെ നമുക്ക് എത്ര ക്ഷമിക്കാനായിട്ട് കഴിയുന്നു? എന്നെ ചിന്തിച്ചൊരു കാര്യം, നമ്മൾ പലപ്പോഴും വിചാരിക്കും, ആ വ്യക്തി എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറിയതല്ലേ, ഞാൻ എങ്ങനെ ക്ഷമിക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വ്യക്തിയോട് പൊറുക്കും എന്നപ്പോൾ നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ. പക്ഷേ എന്നോട് ഇടപെട്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്നെ നോക്കിയിട്ട് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിലോട്ട് ഉപയോഗിച്ച് പറയണം, കർത്താവ് എന്നോട് ക്ഷമിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു പാപിയായിരുന്ന മനുഷ്യൻ, കർത്താവ് എന്നെ പാവത്തോടു കൂടി എന്നെ സ്നേഹിച്ചില്ലേ, അനേക കുറവുകളുണ്ടായിരുന്നു എന്നെ കർത്താവ് ദൈവത്തെ സ്നേഹിച്ചില്ലേ, അല്ലെങ്കിൽ അനേക കുറവുകളോട് ഇരുന്ന് എന്നെ കർത്താവ് ക്ഷമിച്ചില്ല. അങ്ങനെയെങ്കിൽ ആ സ്നേഹം എങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട്, അവരെ ഓരോരുത്തരോട് ഞാൻ ക്ഷമിക്കാനായിട്ട്, അവരെ ഓരോരുത്തരോട് ഞാൻ ഓർക്കാനായിട്ട് ഞാൻ പ്രാപ്തനാകും. അതുകൊണ്ട് അതിന്റെ 5-ാമത്തെ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞ അവസാനത്തെ പോയിന്റ്, ആത്മാവിന്റെ ഐക്യത. അതെ, ആത്മാവിന്റെ ഐക്യതയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ സ്വയമേ ചിന്തിച്ച് ഞാൻ സ്വയമേ പ്രവർത്തിക്കുന്ന കുറെ കാര്യങ്ങൾ, പക്ഷെ എന്നെ സഭയിലായിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലായിരിക്കും എത്ര നമ്മൾ ആത്മാവിന്റെ ഐക്യതയോടെ, അല്ലെങ്കിൽ ദൈവം നമ്മൾ ഒരുമിച്ച് പല ഇടങ്ങളായിരുന്നു നമ്മൾ ഓരോരുത്തരെയും, അല്ലെ പല സ്ഥലങ്ങളിലായിരുന്നു ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരെയും കൂട്ടി ദൈവത്തിന്റെ മക്കളാക്കി, ദൈവത്തിന്റെ ആത്മാവിനെ ഒരേ ആത്മാവിനെ നമുക്ക് പകർന്ന് അവരെ ഐക്യതയോടെ നമ്മൾ നിർത്തിയിരിക്കുമ്പോൾ നമുക്ക് ആത്മാവിന്റെ ഐക്യത നമുക്ക് ഉണ്ടാവും. പല വിഷയങ്ങളിലും പലപ്പോഴും നമ്മൾ സ്വയമേ ചിന്തിച്ച് സ്വയം ഇഷ്ടപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഒന്ന്
പ്രാർത്ഥനകളെല്ലാം നമ്മൾ ഈ ജീവിതത്തിൽ മാറ്റേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാവിന്റെ ഐക്യത, നല്ലൊരു കൂട്ടായ്മ. അല്ലെങ്കിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ കർത്താവ് എങ്ങനെ ഐക്യതയോടെ നിൽക്കാനായിട്ട് പഠിപ്പിച്ചു, അതുപോലെ ഒരു ഐക്യ, ഒരു മനോഭാവം, ഐക്യതയോടെ ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടായിരിക്കാം. അതിലാദ്യം പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്ന 2 പോയിന്റിൽ മാത്രമേ ഉള്ളൂ. സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കണം. നമുക്ക് ആർക്കെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ ദിവസം മുതൽ അന്യോന്യം കൊടുക്കാനായിട്ട്, അന്യോന്യം ക്ഷമിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം വേറൊന്നുമല്ല, കർത്താവ് സ്നേഹിക്കുന്ന ദൈവമാണ്. ആ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിലനിർത്തിയിരിക്കുന്നു. കർത്താവ് എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ഭൂമിയിൽ കാണത്തില്ല. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ഭൂമിയിൽ കാണത്തില്ല. കർത്താവിനോട് ശ്രമിച്ചെങ്കിൽ ആ കർത്താവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അന്യോന്യം ശ്രമിക്കാനും അന്യോന്യം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ലാസ്റ്റ് പറഞ്ഞ ആത്മാവിന്റെ ഐക്യത. നമ്മുടെ സഭയിലായിരിക്കുമ്പോഴും നമ്മൾ എവിടെയായിരുന്നു ആത്മാവിന്റെ ഐക്യത. കർത്താവ് നമ്മെ പല ഇടങ്ങളിൽ നിന്നും വിളിച്ച് വേർതിരിച്ചെങ്കിൽ കർത്താവിന് വേണ്ടി ഐക്യതയോടെ നിൽക്കാനായിട്ട് ഇന്നു മുതൽ ഒരു തീരുമാനത്തോടായിരിക്കണം. അങ്ങനെ ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കും.